ഇപ്പോൾ ബി.ജെ.പിയുടെ ഏറ്റവും പുതിയ മുഖമാണ് ഷോൺ ജോർജ്. അദ്ദേഹം ഈ മുനമ്പ സമരവുമായെല്ലാം ബന്ധപ്പെട്ട് സജീവമായി ഇടപെട്ട് ജനങ്ങൾക്കിടയിൽ തൻ്റെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിരുന്നു. തുടക്കകാലങ്ങളിൽ അദ്ദേഹം അറിയപ്പെട്ടത് ഒരു പി.സി. ജോർജിൻ്റെ മകനായി മാത്രം ചുരുക്കി കണ്ടിരുന്നെങ്കിൽ ഇന്ന് അതിന് പുറത്ത് സ്വന്തം നിലപാടുകൾ ജനങ്ങൾക്ക് മുന്നിൽ വെച്ച് ഒരു നേതാവായി മാറാൻ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പിണറായി വിജയനുമായി ബന്ധപ്പെട്ടും വീണ ജോർജുമായി ബന്ധപ്പെട്ടും വലിയ കേസുകളും ബഹളങ്ങളുമായി അദ്ദേഹം നടക്കുകയാണ്. ഇനി അദ്ദേഹം ലക്ഷ്യമിടുന്നത് MLA സ്ഥാനമാണ്. MLA സ്ഥാനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കേരളത്തിൽ ഏത് മണ്ഡലത്തിലാണ് മത്സരിക്കാൻ സാധ്യത? അത് ഇപ്പോൾ ഷോൺ ജോർജ് അല്ല ലക്ഷ്യമിടുന്നത്, ശരിക്കും BJP തന്നെ ലക്ഷ്യമിടുക ഷോൺ ജോർജിന് വളരെ സുരക്ഷിതമായ ഒരു മണ്ഡലം കൊടുത്ത് നിയമസഭയിൽ എത്തിക്കണം എന്നുള്ളത്. കാരണം അത് പാർട്ടിയുടെ ആവശ്യമാണ്. ഇപ്പോൾ PC ജോർജിൻ്റെ മകനായിട്ടുമല്ല കേരളം ഷോണിനെ കാണുന്നത്, മറിച്ച് BJPയുടെ ഒരു പ്രവർത്തകൻ ആയിട്ട് തന്നെയാണ്. അതായത് BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരിൽ ഒരാൾ കൂടിയാണ് ഷോൺ ജോർജ്. അപ്പോൾ പുതിയ ഭാരവാഹി പട്ടിക വന്നപ്പോഴും അതിനകത്തും സ്ഥാനം കൊടുത്തു. 2-3 കാര്യങ്ങൾ ഷോൺ അനുകൂലമായിട്ട് മാറും. ഒന്ന്, ഷോൺ ഇതിനകത്ത് BJPയിൽ നിന്നുകൊണ്ട് സജീവ പ്രവർത്തനം നടത്തുന്നുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ്റെ അഴിമതി കഥകൾ പുറത്തു കൊണ്ടുവരാൻ കാരണമായത് ഈ യുവനേതാവാണ്. എക്സാലോജിക് ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ. പിന്നീട് ഇതൊരു ക്രൈസ്തവ മുഖമാണ്. മുനമ്പം വിഷയവും വഖഫ് ഭേദഗതി ബില്ലും ഒക്കെ തന്നെ വേണ്ട തരത്തിൽ ചർച്ചയാക്കാനും സഭയിൽ ക്രൈസ്തവ സഭയിലും ബിഷപ്പുമാർക്കും ഇത് ബോധ്യപ്പെടുത്തി കൊടുക്കാനും സാധിച്ചു. ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതൊക്കെ ഈ ബിഷപ്പുമാരും ക്രൈസ്തവ വിശ്വാസികളും ഒക്കെ ഷോൺ ജോർജ് വഴിയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഷോൺ വഴി കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയാൽ ഈ ക്രൈസ്തവരുടെ ഇടയിലേക്ക് ഒരു വലിയ കടന്നുകയറ്റം നടത്താമെന്ന് പാർട്ടി കരുതുന്നുണ്ട്. ഇനിയിപ്പോൾ വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ ഈ ഓരോ പഞ്ചായത്തുകളിലും കൂടുതലായിട്ട് ക്രൈസ്തവ സ്ഥാനാർത്ഥികളെ അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടവരെ നിർത്തിക്കഴിഞ്ഞാൽ BJPയുടെ ബാനറിൽ തന്നെ നിർത്തിക്കഴിയുമ്പോൾ അവിടെ ഒക്കെ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ അതൊരു BJPയുടെ വേരോട്ടത്തിന് സാധിക്കും എന്നും ഇവർ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇവർക്കൊക്കെ തന്നെ പലരെയും ഒക്കെ തന്നെ ഇപ്പോൾ സ്ഥാനാർത്ഥികളായിട്ട് പലയിടങ്ങളിലേക്ക് പ്രഖ്യാപിച്ച് നിർത്തിയിരിക്കുകയാണ്. PC ജോർജിൻ്റെ ആയാലും ഷോൺ ജോർജിൻ്റെ തട്ടകം പൂഞ്ഞാറാണ്. അപ്പോൾ പൂഞ്ഞാറിൽ മത്സരിക്കാനാണോ സാധ്യത? പൂഞ്ഞാറിലാണെങ്കിലും പാർട്ടി അതിനേക്കാൾ വളരെ സേഫായിട്ടുള്ള ഇടം കൊടുക്കുന്നുണ്ട്. പൂഞ്ഞാറിൽ നമുക്ക് പെട്ടെന്ന് പൂഞ്ഞാറിൽ ഉണ്ടാകും BJP ന്യൂനപക്ഷത്തിന്റെ വലിയ സ്വാധീനമുണ്ട്. പ്രത്യേകിച്ച് PC ജോർജ് കഴിഞ്ഞ തവണ തോറ്റത് തന്നെ ഈ ന്യൂനപക്ഷത്തിന്റെ എതിരഭിപ്രായം കൊണ്ടാണ്. അപ്പോൾ അവരുടെ പിന്തുണ നേടിയെടുക്കണം. പിന്നെ 2016 നമുക്കറിയാം ആരുടെയും പിന്തുണ ഇല്ലാതാണ് PC ജോർജ് 26,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ നിയമസഭയിൽ എത്തിയത്. മറ്റ് 2 മുന്നണികളും അന്താളിച്ചു പോയി എന്നുള്ളതാണ്. അപ്പോൾ ഇവർ പാർട്ടി ഉറപ്പ് വരുത്തുന്ന എവിടെയെങ്കിലും കൊണ്ടുപോയി നിർത്താനാണ് ആഗ്രഹിക്കുന്നത്. 2026 ചിലപ്പോൾ പൂഞ്ഞാറിൽ അതൊരു പരീക്ഷണമാക്കണ്ട എന്ന് വിചാരിക്കുന്നു. പക്ഷേ ഷോൺ പറയുന്നുണ്ട് പൂഞ്ഞാറോ പാലയോ തരൂ എന്നാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഇതെന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ ഈ കേരള കോൺഗ്രസ്സുകാരുടെയൊക്കെ ഒരിടമാണല്ലോ. അപ്പോൾ അവിടെയൊക്കെ കയറി ഒന്ന് വിറപ്പിക്കാം എന്നുള്ള കണക്ക് കൂട്ടലാണ്. പാലയിലും ഉണ്ട്, BJP ഉണ്ട്, അല്ലാതെ തീരെ ഒന്നും പിന്നിലോട്ടൊന്നും അല്ല. അപ്പോൾ ഷോൺ ജോർജിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ കുട്ടനാട് മണ്ഡലമാണ്. കുട്ടനാട് മണ്ഡലം ആലപ്പുഴ ജില്ലയിലാണെങ്കിലും കോട്ടയത്തിൻ്റെ അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ്. മാവേലിക്കര പാർലമെൻറ്റ് മണ്ഡലത്തിലാണ് കുട്ടനാട് വരുന്നത്. നിലവിൽ LDFിലുള്ള NCPയുടെ തോമസ് കെ തോമസ് ആണ്. മുൻപ് MLA ആയിരുന്ന തോമസ് ചാണ്ടിയുടെ സഹോദരനാണ്. അദ്ദേഹത്തിൻ്റെ നിര്യാണത്തെ തുടർന്നാണല്ലോ ഇദ്ദേഹം MLA ആയി വരുന്നത്. പിന്നെ UDFിൽ നിന്നുള്ള സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് കേരള കോൺഗ്രസിന് ജോസഫ് ഗ്രൂപ്പാണ് മത്സരിച്ച് പോരുന്നത്. ഇനിയിപ്പോൾ എന്തെങ്കിലും ജോസ് കെ മാണി ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്തായിരിക്കും നമുക്കറിയത്തില്ല. അതിനകത്തൊക്കെ അവിടെ മാറ്റം സംഭവിക്കാം. പിന്നീട് ഇവിടം ഈ NCP ഇപ്പോൾ വലിയ പ്രശ്നത്തിൽ നിൽക്കുകയാണ്. കേരളത്തിലെ 2 MLA മാരും, ഒന്ന്
ശശീന്ദ്രന്, ഒന്ന് തോമസ് കെ തോമസ്. ശശീന്ദ്രന് അനാരോഗ്യം കാരണം ഇനിയിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമെന്ന് തോന്നുന്നില്ല. അതൊക്കെ CPM എടുക്കുകയും ചെയ്യും. CPM എടുത്തു കഴിഞ്ഞാലും CPM ആണ് അവിടെ മത്സരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഷോൺ ജോർജിന് അത് അനുകൂലമായിട്ടേ വരത്തുള്ളൂ. കാരണം വലിയൊരു ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ നിൽക്കുന്നുണ്ട്. ഇതും അനുകൂല ഘടകമാക്കാമെന്ന് പാർട്ടി കരുതുന്നുണ്ട്. 70% സീറോ മലബാർ സഭ കത്തോലിക്കരും പിന്നെ SNDP വിഭാഗത്തിലുള്ളവരുമുണ്ട്, നായർ വിഭാഗത്തിലുള്ളവരുമുണ്ട്. പിന്നെ ചങ്ങനാശ്ശേരി NSS ആസ്ഥാനം തൊട്ടടുക്കലാണ്. പിന്നെ സീറോ മലബാർ കത്തോലിക്കരുടെയും ആസ്ഥാനം ചങ്ങനാശ്ശേരിയിലുണ്ട്. പിന്നെ PC ജോർജിന് NSS ആസ്ഥാനവുമായിട്ട് നല്ല ബന്ധവുമുണ്ട്. അപ്പോൾ ഇതൊക്കെ കണക്ക് കൂട്ടി അപ്പോൾ ക്രൈസ്തവരെ മുഴുവനായിട്ട് BJP കൊണ്ടുവരിക എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ആലപ്പുഴ ജില്ലയിൽ നമ്മൾ കണ്ടതാണ്, ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുമ്പോൾ SNDPയുടെ വോട്ടിനകത്ത് വിള്ളൽ വീഴ്ത്തി അവർ. അടിസ്ഥാനപരമായി നോക്കുമ്പോൾ SNDPയുടെ വോട്ട് CPMനാണ് പോകുന്നത്. അത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. അത് CPM തന്നെ സമ്മതിക്കുന്നുണ്ട്, SNDPയുടെ വോട്ടിൽ ചോർച്ചയുണ്ടായി എന്നുള്ളത്. അപ്പോൾ അതിങ്ങോട്ടേക്ക് കൊണ്ടുവരാം, ക്രൈസ്തവരെയും കൂടി ഇങ്ങോട്ടേക്ക് ചേർത്ത് നിർത്താം. അപ്പോൾ ഈ കുട്ടനാട് മണ്ഡലം ഇത് പിടിച്ചെടുക്കാൻ കഴിയും എന്നാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ കൂടി വിശ്വസ്തനായിട്ടുള്ള ഷോൺ ജോർജിൻ്റെ വിജയിപ്പിച്ചു കൊണ്ടുവരാമെന്നുള്ളതാണ് പാർട്ടി കരുതുന്നത്. കാരണം രാജീവ് ഇത്തരത്തിലുള്ള ചില ആസൂത്രണങ്ങളൊക്കെയാണ് മുമ്പോട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ അത് അങ്ങനെ ഒരു ആദ്യം ഇങ്ങനൊരു പട്ടിക തയ്യാറാക്കുമ്പോൾ BJP അത് ആ ഉറപ്പ് കണ്ടിട്ട് തന്നെയാണ് വിജയം ഉറപ്പാക്കുമെന്നുള്ളത്. അല്ല, PC ജോർജ് ഇനി ഒരു അംഗത്തിനിറങ്ങുമോ? PC ജോർജിന് നമ്മൾ വിചാരിച്ച 2024 ഈ പത്തനംതിട്ട പാർലമെൻറ്റ് മണ്ഡലത്തിൽ മത്സരിക്കാൻ കൊടുക്കും എന്ന് വിചാരിച്ചതാണ്. പക്ഷേ അനിൽ ആൻ്റണി വന്നു. അതിനിടയ്ക്ക് അനിൽ ആൻ്റണിയെ പറ്റി എന്തൊക്കെയോ പരാമർശിക്കുന്നു, കോട്ടയത്ത് തുഷാർ വെള്ളാപ്പള്ളിക്കെതിരെ പരാമർശം നടത്തുന്നു. അതൊക്കെ പിന്നെ PC ജോർജിന് തിരിച്ചടി ഉണ്ടാക്കി. PC ജോർജിൻ്റെ വാക്കും നാക്കിനും എല്ലില്ലാത്തത് കൊണ്ട് അത് PCക്ക് തന്നെ ഇപ്പം തന്നെ PC പല കേസുകളിലും ഒക്കെ പെട്ട് നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഏതെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു സ്ഥാനം കൊടുക്കാനുള്ള സാധ്യത ഉണ്ട്, പക്ഷെ അത് കുറച്ചുകൂടി വൈകുമെന്നാണ്. അല്ല, ഒരു മത്സരത്തിന് ഇറങ്ങുമോ? മത്സരത്തിന് കൊണ്ടുവരാനുള്ള സാധ്യത കാണുന്നില്ല. അല്ലെന്നുണ്ടെങ്കിൽ PC ജോർജിനെ പോലുള്ള ഒരാളെ പൂഞ്ഞാറിൽ നിർത്തണം, PC ജോർജിനെ തന്നെ അവിടെ നിർത്തണം. ഷോൺ ജോർജിനെ ഈ പറഞ്ഞതുപോലെ സുരക്ഷിത മണ്ഡലമായ കുട്ടനാട്ടിലേക്ക് കൊണ്ടുപോകണം. ഈ ഷോൺ ജോർജിന് കൊടുക്കുമ്പോൾ എന്തായാലും ക്രൈസ്തവർ കൂടുതലുള്ള മണ്ഡലത്തിലേക്കായിരിക്കും പോകുന്നത്. അത് ഇവർ വ്യക്തമായി ഇത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അങ്ങോട്ടേക്ക് കുട്ടനാട് തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അത് എങ്ങനെ അത് വിജയസാധ്യത ഉറപ്പ് വരുത്തിക്കൊണ്ട് തന്നെയാണ്. കാരണം ഈ SNDPയുടെ വോട്ടിനകത്ത് വിള്ളൽ വീഴ്ത്താമെന്ന് ഉറച്ച വിശ്വാസമുണ്ട്. CPM എത്ര വിചാരിച്ചാലും തിരികെ ഇത് കൊണ്ടുപോകാൻ കഴിയില്ല എന്നും മനസ്സിലാക്കുന്നുണ്ട് ഈ ഇവരുടെ SNDPയുടെ വോട്ട്. അപ്പോൾ ഇതൊക്കെ അനുകൂല ഘടകങ്ങളാണ്. നിരവധി അനുകൂല ഘടകങ്ങൾ BJPക്ക് നിൽക്കുന്നുണ്ട്. BJP വിജയിപ്പിക്കാൻ ശ്രമിച്ചാലും പിണറായി വിജയൻ പരാജയപ്പെടുത്താൻ ശ്രമിക്കില്ലേ? കാരണം പുറത്ത് നിൽക്കുമ്പോഴേ വലിയ തലവേദനയാണ് പിണറായിക്ക് ഷോൺ ജോർജ് ഉണ്ടാക്കുന്നത്. അതെ, മകളെ ഉൾപ്പെടെ വേട്ടയാടുകയാണ്. അപ്പോൾ ഈ നിയമസഭയ്ക്ക് ഉള്ളിൽ വന്നാലോ? നിയമസഭയ്ക്കുള്ളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ പിണറായിയാണ് വീണ്ടും അധികാരത്തിൽ വരുന്നതെന്നുണ്ടെങ്കിൽ പിണറായിക്ക് അത് വലിയ പ്രശ്നമായി മാറും. BJPയിൽ നിന്ന് ശോഭാ സുരേന്ദ്രനെ പോലുള്ള ഒരാൾ കൂടെ ജയിച്ചു വന്നാലോ? KK രമ ഉണ്ട്. KK രമ എന്തായാലും വീണ്ടും അവിടെ നിന്ന് തന്നെ വിജയിക്കും, ആ വടകരയിൽ നിന്ന് തന്നെ ജയിക്കും. അപ്പം ശോഭാ സുരേന്ദ്രൻ, ഷോൺ ജോർജ് ഇങ്ങനെയുള്ളവർ വന്നു കഴിഞ്ഞാൽ മുഴുവൻ മുൾമുനയിൽ നിർത്തുകയും ചെയ്യും.